എനിക്ക് പ്രണയം എന്ന് പറഞ്ഞാൽ സൂചിച്ചേട്ടനടുത്ത് മാത്രമുള്ള ഒരു വികാരമാണ്. അതിനി ഇതിനകത്ത് ഇനിയിപ്പോ എന്തൊക്കെ വന്നാലും ഞാൻ ഇന്ന് ഈ നിമിഷം വരെ വേറൊരു കല്യാണത്തെ പറ്റി ഞാൻ ചിന്തിക്കുന്നുമില്ല. ഞാൻ ഇന്നും സുധിച്ചേട്ടന്റെ വൈഫാണ്. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. എന്തിനാ തന്നെ ഇല്ലാന്നറിയാം. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലെന്നറിയാം. ഞാൻ എന്തായാലും ഒട്ട് കല്യാണം കഴിക്കത്തില്ലെന്ന്, വേറെ കല്യാണം കഴിക്കത്തില്ലെന്ന് ഇവർക്കൊക്കെ അറിയാം. പക്ഷെ എന്റെ വായിന്ന് എന്തെങ്കിലും കേൾക്കണം. താമസിക്കുമ്പോൾ സുധിച്ചേട്ടന്റെ പേര് വരുമ്പോ എനിക്ക് സുധിച്ചേട്ടനോടൊരു ആത്മാർത്ഥതയുണ്ട്. ഈ തരത്തില് ഇനിയിപ്പം ഇതിപ്പം ചേച്ചി ഓക്കെ ലീഗലി മാരീഡ് ആണെന്നുള്ള കാര്യം ഇപ്പൊ എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. അപ്പം ഇനി ഉള്ള ആൾക്കാരുടെ ഏറ്റവും വലിയ സംശയം എന്ന് പറയുന്നത് ചേച്ചി ഈ ഒരു പേര് ചേച്ചിയോടൊപ്പം ഉണ്ട്. അതൊരു പേര് മാറ്റാനോ അല്ലെങ്കിൽ പ്രൊഫൈൽ മാറ്റാനോ ഒന്നും ചേച്ചി തയ്യാറും കാര്യങ്ങളോ ഒന്നും അല്ല. ചേച്ചിക്ക് ഇനി ഒരു പ്രണയം ഉണ്ടാകാനോ അല്ലെങ്കിൽ അതുപോലെ തന്നെ മനുഷ്യരല്ലേ, പ്രണയവും കാര്യങ്ങളൊക്കെ ഓരോ മനുഷ്യന്റെ ഉള്ളിലെ ചിന്തകളും കാര്യങ്ങളുമാണ്. പക്ഷെ ഇത് ഈ നിമിഷം വരെ എനിക്ക് പ്രണയം എന്ന് പറഞ്ഞാൽ സൂചിച്ചേട്ടനടുത്ത് മാത്രമുള്ള ഒരു വികാരമാണ്. അതിനി ഇതിനകത്ത് ഇനിയിപ്പോ എന്തൊക്കെ വന്നാലും ഞാൻ ഇന്ന് ഈ നിമിഷം വരെ വേറൊരു കല്യാണത്തെ പറ്റി ഞാൻ ചിന്തിക്കുന്നുമില്ല. ഞാൻ ഇന്നും സുധിച്ചേട്ടന്റെ വൈഫാണ്. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. എല്ലാരും ചോദിക്കുന്നത് ഇതാണ്. അപ്പൊ എന്തെങ്കിലും ചോദിച്ച് നമ്മൾ അങ്ങ് പറഞ്ഞു പോയി എന്തെങ്കിലുമൊക്കെ. ഇത് തന്നെയാണല്ലോ കല്യാണം കഴിച്ചത്. അപ്പൊ ഞാൻ പറയും കല്യാണം കഴിയുമ്പോൾ ഞാൻ അറിയിക്കാം എന്ന് പറയും. അല്ലെ കല്യാണം ഉടനെ കാണാൻ ചിലപ്പോൾ കല്യാണം കഴിക്കത്തില്ല. നമ്മൾ ഒരു കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യുന്നതിനേക്കാളും ഭേദമല്ല തിരിച്ചും മറിച്ചും സംസാരിക്കുന്നത്. എന്തിനാ തന്നെ ഇല്ലാന്നറിയാം. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലെന്നറിയാം. ഞാൻ എന്തായാലും ഒട്ട് കല്യാണം കഴിക്കത്തില്ലെന്ന്, വേറെ കല്യാണം കഴിക്കത്തില്ലെന്ന് ഇവർക്കൊക്കെ അറിയാം. പക്ഷെ എന്റെ വായിന്ന് എന്തെങ്കിലും കേൾക്കണം. അതിനാണ് ഈ ചോദിച്ചോണ്ട്. പ്രണയം എന്നുള്ളത് എനിക്ക് യഥാർത്ഥത്തിൽ ഞാൻ വേറൊരു ഇന്റർവ്യൂവിൽ നിങ്ങളോട് തന്നെ പറഞ്ഞ പോലെ എനിക്ക് യഥാർത്ഥത്തിൽ പ്രണയമുള്ള സുധിയോട് മാത്രമാണ്. ആളുടെ അടുത്ത് എനിക്ക് പ്രണയം തന്നെയല്ല, എനിക്ക് അത് കൂടുതൽ എന്താണോ അതാണ് ആളുടെ അടുത്ത്. അത് ഇന്ന് വരെ എനിക്ക് മാറാൻ പറ്റിയിട്ടില്ല. പിന്നെ ഞാൻ എന്തിനാണ് വേറെ ആളെ പ്രണയിച്ചു പോകുന്നത്? പിന്നെ ഏതൊരു മനുഷ്യനും ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഓരോ വികാര ഫീലിങ്സ് ഒക്കെ വരും. അതൊക്കെ ഞാനും മനുഷ്യനാണ്. അതൊക്കെ ഇപ്പൊ എപ്പോഴും പബ്ലിക് ആക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ഉള്ളിൽ വരുന്ന ഫീലിങ്സ് എന്തിനാ പബ്ലിക് ആക്കുന്നത്? അത്രേ ഉള്ളൂ. ഇനിയും ചിലപ്പോൾ കുറച്ച് 2 ദിവസം ഞാൻ പോസ്റ്റ് ഇടും എനിക്ക് പ്രണയമുണ്ട്. അതെന്റെ ഓരോ ഫീലിങ്സും കാര്യങ്ങളാണ് ഞാൻ ഇടുന്നത്. അതുകൊണ്ട് സൂചിച്ചേട്ടനെ എനിക്ക് ഉപേക്ഷിച്ചിട്ട് ഞാൻ വേറെ കെട്ടാൻ പോകുന്നതല്ല, അല്ലെ വേറൊരാളുടെ അടുത്ത് ഞാൻ പ്രണയിച്ച് അവരുമായിട്ട് പോകുന്നതല്ല എന്റെ. ഇനിയിപ്പോ ആരെങ്കിലും ഏതെങ്കിലും തരത്തില് ആ ഒരു പ്രണയമുണ്ട് എന്ന് പറഞ്ഞ് ചേച്ചി സമീപിക്കാൻ ഒരുപാട് പേര് പ്രപ്പോസൽസ് വരുന്നുണ്ട്. ഇപ്പോഴും ഉണ്ട്. ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ തന്നെ കഴിഞ്ഞ ദിവസം വന്നു. ആൾ ഡിവോഴ്സ് ആണ്. രേണുവിനെ ഇഷ്ടമാണ്. നേരിട്ട് തന്നെ സംസാരിച്ചു. രേണുവിനെ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ ഇപ്പൊ തീരുമാനിച്ചിട്ടില്ല. ഇപ്പൊ ഞാൻ കല്യാണത്തെ പറ്റി ഒന്നും തീരുമാനിച്ചില്ല. ചേട്ടൻ നല്ല പെണ്ണ് കിട്ടും. അതുപോലെ വേറെ മോളെ പോലെ നോക്കിക്കോളാം. പുറത്തുനിന്നുള്ള ദുബായിക്കാരൻ മോളെ പോലെ. അതിന് മുന്നേ 2-3 മാസം മുന്നേ മോളെ പോലെ നോക്കിക്കോളാം. സ്വത്തുണ്ട്. കാര്യം സോഷ്യൽ മീഡിയയിൽ എന്ത് വന്നാലും എനിക്ക് വിഷയമല്ല. എൻ്റെ ഈ പണമുണ്ട്. രേണു ഒന്ന് സമ്മതിച്ചാൽ മതി. രേണുവിനെ കിട്ടി. ഒരുപാട് പേര് അങ്ങനെ ഒരു 4-5 പ്രപ്പോസൽസ് എങ്കിലും വന്നിട്ടുണ്ട് കല്യാണം കഴിക്കാന്നുള്ള രീതിയിൽ. എൻ്റെ അടുത്ത് നേരിട്ടാണ് വരുന്നത്. രേണു കല്യാണം കഴിക്കാൻ താല്പര്യമാണ്. പൊന്നു പോലെ നോക്കി. ഒരാൾ കുഞ്ഞിനെ പോലെ നോക്കിക്കോളാം. എനിക്കൊന്ന് ചെറുക്കൻ എൻ്റെ ഇളയതാന്ന് തോന്നുന്നു. കുഞ്ഞിനെ പോലെ നോക്കാന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴൊക്കെ പറഞ്ഞോ എനിക്കിപ്പോ അങ്ങനെ ഒരു താല്പര്യം. ചേച്ചി ഇപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ ഈ വാട്സപ്പ് ത്രൂ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ത്രൂ വരുന്ന മെസ്സേജസോ അങ്ങനെയൊന്നും അല്ലാണ്ട് ഒരാൾ ശരിക്കും ചേച്ചിയോടുള്ള പ്രണയം കൊണ്ട് ചേച്ചി നേരിട്ട് വന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഞാനൊരു ഷൂട്ടിന് പോയപ്പോ എന്നെ ഒരാൾ കണ്ടിട്ട് രേണു സുധിയല്ലേ, ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ, പറയുന്നില്ല ഡീറ്റെയിൽ ഒന്നും പറയുന്നില്ല, ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ, ഇപ്പൊ സർവീസിലുള്ള ആളാണ്. പിന്നെ ആരെന്ത് രേണു വേറൊന്നല്ല, ഞാൻ ഡിവോഴ്സ്. രേണുവിനെ ഇപ്പോഴാണ് ഞാൻ നേരിട്ട് കാണുന്നത്. എനിക്ക് രേണുവിനെ ഇഷ്ടമാണ്. പ്രപ്പോസലായിട്ട് വീട്ടിലോട്ട് വന്നോട്ടെ. ഞാൻ പിന്നെ പൊന്നെ ഏട്ടാ വെറുതെ വിട്ടു. എനിക്ക് 2 മക്കളുണ്ട്. വൈഫ് ഡിവോഴ്സാണ്. ഞാൻ ഓക്കെയാണ്. രേണു ഓക്കെയാണ്. ഞാൻ പറഞ്ഞു പൊന്നേട്ടാ എന്നെ വിട്ടേക്ക്. ഞാൻ ഇപ്പം പ്രിപ്പയർ ഒന്നും അല്ല. ഞാൻ കല്യാണം കഴിക്കാൻ ഇങ്ങനെ ചോദിച്ചത്. കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ രേണു? അടുത്ത നെക്സ്റ്റ് മാരേജ് നോക്കുന്നുണ്ടോ? ഞാൻ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ആള് പറഞ്ഞത് എനിക്കിഷ്ടമാണ് രേണുവിനെ, നമുക്ക് വീട്ടിൽ വന്ന് കാര്യമൊക്കെ പറയാം. ഞാൻ ഇപ്പൊ ഒന്നും വേണ്ടെന്നല്ല, ഇപ്പൊ ഞാൻ തീരുമാനിച്ചിട്ടില്ല കല്യാണത്തെ പറ്റി. അതെ. അല്ല ഇപ്പം ഇൻ കേസ് ഇതിപ്പം ഇപ്പോഴത്തെ കാര്യമില്ല. ഇപ്പൊ ചേച്ചി ഓൾറെഡി സുധിച്ചേട്ടന്റെ പേര് മാത്രം ഒതുങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ ആരോടെങ്കിലും ചേച്ചിക്ക് ആത്മാർത്ഥമായിട്ട് ശരി വന്നൊരു പ്രപ്പോസൽ വരുന്നു, ശരി ഇയാളെ എനിക്ക് വിശ്വസിക്കാം, അല്ലെങ്കിൽ സുധിച്ചേട്ടന് ശേഷം എനിക്ക് വിശ്വസിക്കാനാകുന്ന ആള് ഇദ്ദേഹമാണ് എന്ന് ചേച്ചിക്കായിട്ട് തോന്നി ചേച്ചി ഒരു വിവാഹം കഴിക്കുകയാണ്. അങ്ങനെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രേണു സുധി എന്നുള്ള പേരിൽ ചേഞ്ചസ് ഉണ്ടാവുമോ? പിന്നെ ചേഞ്ചസ് ഉണ്ടാവണ്ടേ? പിന്നെ സുധി എന്നുള്ള പേര് വെച്ചിട്ട് തന്നെ കാണിക്കാനാ? അത് കാണിക്കാൻ പറ്റും. കാരണം അപ്പം പറയാ സുധിച്ചേട്ടന്റെ പേര് ചവിട്ടുകൊറ്റയിലൊന്നും അറിയുന്നതല്ല പറഞ്ഞത്. പിന്നെ ആ പേരെന്താണ്? പേര് പിന്നെ അർത്ഥമല്ലാതായി പോകത്തില്ലേ? സോ അല്ലെങ്കിൽ പിന്നെ സുധി എന്നുള്ള പേരിലുള്ള ആളെ പിടിച്ച് കല്യാണം കഴിക്കണം. ഇപ്പൊ ഓൾറെഡി ഓക്കെ ചേച്ചി. ഇപ്പം ചേച്ചി സുധിച്ചേട്ടന്റെ പേരിൽ അല്ലെങ്കിൽ സുധിച്ചേട്ടനോട് ഒതുങ്ങിക്കൂടാൻ
താല്പര്യപ്പെടുന്ന ഒരാളാണ്. പക്ഷെ ഇനി ഭാവിയിൽ ചേച്ചിയുടെ അടുത്ത് ആത്മാർത്ഥമായിട്ട് പ്രണയമായിട്ട് ഒരാൾ വരികയാണ്, ചേച്ചിക്കും തോന്നുകയാണ് ഓക്കെ സുധിച്ചേട്ടന് ശേഷം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാൾ ഇതാണ്, എനിക്ക് ഇദ്ദേഹത്തെ വിശ്വസിക്കാം. അത് പിന്നെടാ ഇപ്പം ഞാൻ വേറെ ആളുടെ ഇപ്പം ഐശ്വര്യ പറഞ്ഞ പോലെ ഞാൻ ഒരാളെ കിട്ടിയെന്ന് വെച്ചു, ഒരാണിനെ കിട്ടി, ഹസ്ബൻഡ്. അപ്പം ഞാൻ വേറെ ആളുടെ കൂടെ താമസിക്കുമ്പം സുധിച്ചേട്ടന്റെ പേര് വരുമ്പോൾ എനിക്ക് സുധിച്ചേട്ടനോടൊരു ആത്മാർത്ഥതയുണ്ട്. അത് ഞാൻ കാണിക്കണം മോശമല്ലേ? ഏട്ടനോട് കാണിക്കണം, എൻ്റെ സുധിച്ചേട്ടനോട് കാണിക്കണ ഏറ്റവും വലിയ മോശമായിരിക്കും ഞാനത്. അപ്പം അങ്ങനെ ആളുടെ പേര് വെക്കുന്നത് ശരിയാണോ? സുധിച്ചേട്ടനുള്ള മാന്യതക്കേടാണ് ഞാനത് ചെയ്യുന്നത്. കാരണം വേറെ ആളുടെ വൈഫായി കഴിഞ്ഞിട്ട് ഏട്ടന്റെ പേര് വെക്കുക എന്ന് വെച്ചാൽ ഏട്ടനോട് കാണിക്കുന്ന എല്ലാം ഒരു മാന്യതക്കേടായിട്ട് തോന്നുന്നു.